ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹനോയ് എന്നും പറഞ്ഞ ഒരു മാർക്കറ്റിലാണ്. ട്രെയിൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി പോവുകയാണെന്തോ. അവിടെ നിന്ന് കുറച്ച് സ്ട്രീറ്റ് കാര്യങ്ങളുണ്ട്, കുറച്ച് മാർക്കറ്റ് വഴിയാണ് നമ്മൾ ട്രെയിൻ സ്ട്രീറ്റ് കാണാൻ പോണത്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതെ, പോണ വഴിക്ക് തന്നെ കുറേ കടകളുണ്ട്. ഇതെല്ലാം ഒറിജിനൽ അല്ല, പക്ഷേ ആ ഒറിജിനാലിറ്റി ഫീൽ തോന്നിക്കുന്നുണ്ട് കാണുമ്പോഴേക്ക്. ട്രെയിൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സ്ട്രീറ്റ് എന്ന് പറയുമ്പം ഈ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയ ഒരു സ്ട്രീറ്റാണ് ഈ ട്രെയിൻ സ്ട്രീറ്റ്. പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അറിഞ്ഞത് ഇന്ന് ലാസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്നതാണ് ലാസ്റ്റ് സ്ട്രീറ്റ്. ബിക്കോസ് അത് ക്ലോസ് ചെയ്യാൻ പോകണം. ബിക്കോസ് രണ്ട് സൈഡും വീടും ഷോപ്പുകളാണ്. അപ്പം ആ ട്രെയിന് പോകുമ്പോഴത്തേക്ക് കുറേ ഡാമേജ് ഇടിക്കുന്നുണ്ട്, കുറച്ച് ഡാമേജ് കാര്യങ്ങൾ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് അത് നടത്താൻ പോവുകയാണ് ഗൈസ്. സോ നമ്മളാണ് ഈ ലാസ്റ്റ് ആയിട്ട് ട്രെയിന് കാണാൻ പോണ ആൾക്കാർ. ഇനി വരുന്നവർക്ക് ഇത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ടീഷർട്ട്, ഹുഡിൻ്റെ ഉള്ളിൽ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും തണുക്കുന്നുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ നല്ല ഡ്രൈ ആയി ഒരുമാതിരി ആയി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാം, ബിക്കോസ് എല്ലാവരും സ്വീറ്ററും ഹുഡീസും അതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പേരായിട്ടാണ് ട്രെയിൻ സീറ്റ് കാണാൻ വേണ്ടി പോണത്. നമ്മളാ ഫേമസ് ആയ ഫെനിഷ്യ ഉണ്ട് എൻ്റെ ബ്ലോഗിൽ വീണ്ടും വന്നത്. അൻവർഷ ഫേമസ് ഇല്ല. ഓ, ഇത് പിന്നെ തമ്പി, നമ്മളാ ഓൺ ആൻഡ് ഓൺലി ഇൻ തമിഴ്നാട് ബോയ്. സോ ട്രെയിൻ സീറ്റ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണം എന്നാണ്. എത്തിയിരിക്കും, നമുക്ക് നടക്കാം, പെട്ടെന്ന് നടക്കാം. ബിക്കോസ് 7:30 ട്രെയിൻ പറഞ്ഞത്. അതെ 7:30 ലേറ്റാണ് ഗൈസ്. 7:30 ട്രെയിൻ വരുന്നത്. സോ ഓൾറെഡി ലേറ്റ് ആവില്ല. അത് കാണാൻ വേണ്ടിയാണ് പോണത്. അത് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇത് മാത്രം പറയാനുള്ളൂ. ബിക്കോസ് നല്ല തണുപ്പാണ്. ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് വന്ന് തണുപ്പ് അടിച്ച് ഒരുമാതിരി വയ്യാതാവാതെ. ബിക്കോസ് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ബോഡി ഇച്ചിരി ചൂടായിരുന്നു. സോ എനിക്ക് പേടിയായിരുന്നു. വെച്ചാൽ എനിക്ക് തൊണ്ട വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ പനിയും ജലദോഷമൊക്കെ വരും. സോ അങ്ങനെ ഞാൻ പേടിച്ചിരുന്നു. എന്ത് ചെയ്യാൻ, വെള്ളം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല, തൊണ്ട വയ്യാതായത് സംസാരിക്കാൻ പറ്റില്ല. സോ എന്തായാലും ഭാഗ്യം ഇതുവരെ ഇല്ല. പക്ഷെ ഇവിടെ ഈ തണുപ്പ് കാരണം ചിലപ്പോൾ ഇനി എന്തെങ്കിലും വരുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. സോ വരാതിരിക്കട്ടെ ഒന്നും, അല്ലെങ്കിൽ ട്രിപ്പ് കുളമാവും. ഒരു ബാംഗ്ലൂർ വൈബ് അടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ഒരു തിരക്കും ഈ ഒരു സ്ട്രീറ്റൊക്കെ കാണുമ്പം ചെറിയൊരു ബാംഗ്ലൂർ ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ വണ്ടികൾ ഇച്ചിരി സീനാണ് കേട്ടോ. നല്ല ഇതുവരെ ഞാൻ കാണാത്ത വണ്ടികൾ. അത് ഇതൊക്കെ കാണുമ്പോഴേക്ക് പ്രീമിയം കിയേൻ്റെ അതൊന്നും അവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ കുറേ വണ്ടികളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, നല്ലത്. ഇതൊക്കെയാണ് ടാക്സി, ഇവിടുത്തെ ടാക്സി. പിന്നെ ഗ്രാബ് എന്നും പറഞ്ഞ ആപ്പുണ്ട്, ഒരു ആപ്പ്. ആ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത്, നമ്മൾ അവിടെ ഊബർ പോലത്തെ ഒരു ആപ്പ് സെറ്റപ്പാണ്. ഇവിടെ ഗ്രാബ് യൂസ് ചെയ്താൽ നമുക്ക് ബുക്ക് ചെയ്യാം, അങ്ങനെ പോകാൻ പറ്റും. സോ അതൊക്കെയാണ്. പിന്നെ ബാക്കി ഈ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കമ്പനി വക പോകുന്നുണ്ട്. കമ്പനി ഈ HR-മാരൊക്കെയാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. സോ ബിഗ് സല്യൂട്ട് ഫോർ HR ഓർ മൈ കമ്പനി CEO. ഓക്കെ, സോ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നെ. എനിക്ക് നന്നായിട്ട് എടുക്കണം. നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. ഗൈസ്, again എൻ്റെ ഡ്രീം
എൻ്റെ ഡ്രീം വെഹിക്കിളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. BMW കൂടെ 2-3 ഫോട്ടോ എടുത്ത് കൈസ്. ബിക്കോസ് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുണ്ട്, ഈ കൊച്ചിയിൽ തൊട്ടുള്ള ക്രേസ് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ക്രേസാണ് BMW. ആ ഡ്രിഫ്റ്റിങ്, എനിക്ക് ഈ ഡ്രിഫ്റ്റിങ് സ്റ്റണ്ട് ചെയ്യാൻ പറയുന്നത് നല്ല ഇഷ്ടമാണ്. സോ എനിക്ക് അതുകൊണ്ടാണോ ഇല്ലെന്ന് ആയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്ന്. BMW കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രേസാണ്. ഞാനത് എടുത്തിരിക്കും ഒരു ദിവസം ഇൻഷാ അല്ലാഹ്. What? Yeah. Hi. Say hi. Okay. Okay. No booking. No booking. Drink something. ഇവരെന്തോ പറഞ്ഞ കൈസ് നമുക്ക് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ബൈ ഗൈസ്. ബൈ ബൈ. ഇവരെന്തോ പറഞ്ഞു കൈസ്. സത്യം പറഞ്ഞാൽ ഈ ഉടായിപ്പാണ് എന്താണെന്ന് അറിഞ്ഞൂടാ, കയറ്റി വിട്ടില്ല. അങ്ങോട്ട് വേറെ എൻട്രി നമുക്ക് നോക്കാം ഗൈസ്. വേറെ എൻട്രി വരെ എങ്ങനെയെങ്കിലും കയറാൻ നോക്കാം. സോ ഗൈസ് നമുക്ക് ഇനി ഇതുവരെ കയറാം. അപ്പുറത്ത് വരെ കയറാൻ പറ്റിയില്ല. സോ ഇവർ പറ്റിച്ചു. എല്ലാ സ്ഥലത്ത് കാണുന്ന കണക്ക് എന്ത് സ്കാം പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബിയർ അങ്ങനെ വല്ലതും വാങ്ങണമെങ്കിൽ മാത്രമേ അകത്ത് കയറ്റി വിടുള്ളൂ എന്നുള്ള സ്കീം. സോ ഇതാണ് ആ സ്ട്രീറ്റ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോവാം. ട്രെയിൻ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 2 സൈഡ് കടയും. സോ നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. കുറേ ആൾക്കാരൊക്കെ വന്ന് ബിയറൊക്കെ കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. ബിയർ, ചായ, കോഫി അങ്ങനത്തെ. ഇത് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് റിലേറ്റഡ് ആണ്. നമുക്കൊന്ന് ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്കും ട്രെയിനും കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, കാണുകയും ചെയ്യാം, ഫുഡും കഴിക്കാം. സോ ലൈക്ക് ദാറ്റ്. അയ്യോ എന്ത് പറയാറില്ല കഴിച്ചത്. ഞാൻ ചുമ്മാ അങ്ങോട്ട് നടക്കുക. നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. ഇവിടെ വന്ന് തന്നെ ഇത് ആസ്വദിക്കണം, ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ്. അല്ലേ ഫുള്ളതാ, ഫുൾ ബിയർ, കോഫി. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ നല്ല ഒരു സ്ഥലമാണ്. എൻ്റെ കൂടെ വന്നവരെ എനിക്ക് കാണാനില്ല, ഞാൻ മാത്രമല്ല ഇങ്ങോട്ട്. സോ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടും ആ കാണാൻ നേരെ അതുവരെ നമുക്ക് ട്രെയിൻ സെറ്റ് അതുവരെ ഉണ്ട്. സോ നമുക്കിനി അങ്ങോട്ടും കൂടെ പോവാം. വീട്ടിൽ കൂടുതൽ നേരം ഒറ്റ സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കുറേ കടകളാണ്, അവർ വിൽക്കുന്ന കുറേ കടകളുള്ളതുകൊണ്ട് അവർ കടയുടെ ഫ്രണ്ടിൽ കുറേ നേരം നിൽക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് മാങ്ങുന്നില്ലെങ്കിൽ അത് സമ്മതിക്കാറില്ല. അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഞാൻ പറയും. അതിന് കച്ചവടം നടക്കും. അതുകൊണ്ട് മാത്രമാണ് നല്ല സ്ട്രീറ്റാണ്. എന്തെങ്കിലും വേണമെങ്കിൽ ഫുഡ് ട്രൈ ചെയ്യാം ഗൈസ്. ഇപ്പോഴത്തെ സൈഡിൽ ചെറിയൊരിതാണ്. ഇവിടെ കുറേ വ്ളോഗേഴ്സ് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരുടെ കയ്യിൽ ഒന്നെങ്കിൽ ഐഫോൺ, ഇല്ലെങ്കിൽ ആക്ഷൻ പ്രോ, അല്ലെങ്കിൽ 360 ക്യാമറ കാര്യങ്ങൾ ഉണ്ട്. കൊള്ളാം, പക്ഷെ നല്ലൊരു സ്ട്രീറ്റ് ഒറ്റ പറയാനാ. ഇതേ കണക്ക് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് പേഴ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം ഗൈസ്. ആരൊക്കെ ഇവിടെ വരണമെങ്കിൽ പേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല സൂക്ഷിക്കുക. കോക്കനട്ട് കോഫി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. സോ ഗൈസ് ട്രെയിൻ പറഞ്ഞു. സോ നമുക്ക് ട്രെയിൻ കാണാം ഗൈസ്. ട്രെയിൻ വരുന്നുണ്ട് അപ്പുറം സൈഡിൽ നിന്നല്ലേ. വാ വാ വാ. അവർ പറഞ്ഞു വിട്ടേ. എടാ നീങ്ങോട്ട്.
ഇനി ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സ്ട്രീറ്റ് ഏകദേശം എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ബട്ട് ഇനി അങ്ങോട്ടുണ്ട്. സോ നമ്മൾ വന്നത് ഇതുവരെയാണ്. ഇനി ഇങ്ങോട്ട് ഫുള്ള് ഒന്ന് പോയി കാണണം. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് പയ്യൻ എടുത്തത് മീശയും താടി ഇല്ലാത്തതുകൊണ്ട് ഇന്നും കണ്ടിന്യൂ ചെയ്യാണ്. പയ്യാ കാണാത്ത പോലെ നിൽക്കാം. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അനസ്, സാദിഖ്, അല്ല അനസ്, ആൻ്റണി ചേട്ടൻ, മഹാദേവൻ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ചെറിയ ചെറിയ കടയിൽ ബട്ട് നന്നായിട്ട് കച്ചവടമുണ്ട് ഗൈസ്. നന്നായിട്ട് കച്ചവടം പോകണുണ്ട് ഇവിടെ. അതെ, പറയാം എല്ലാ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് എൻജോയ് ചെയ്യാണ് സത്യം പറഞ്ഞാൽ. അടിപൊളിയാണ്. ഡ്രസ്സായാലും എല്ലാത്തിൻ്റെ റേറ്റും കുറവാണ്, ക്വാളിറ്റിയും കൊള്ളാതെ. ചക്കയും മാങ്ങയുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്കും ഈ ക്രിസ്മസിൻ്റെ ഓർമ്മ വന്നു ഗൈസ്. അതേ കണക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് എന്ത് പറയാൻ അറിഞ്ഞു സത്യമാണ്. ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യണം, കാണണം, നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല തണുപ്പുണ്ട്. അതെ, ഇവിടെ രണ്ട് മൂന്ന് പേരുടെ ഇവിടെ പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീഡിയോ പ്ലേ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആൾക്കാരെ ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാണ്. ഇവൻ തന്നെ ആള്. ഇവൻ തന്നെ ആള്. ഇവൻ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഈ ട്രെയിൻ സീറ്റ് തന്നെ ഇവിടെ വന്ന് ഇരുന്ന് ഫുഡ് കഴിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്പോട്ടാണ് ഇഷ്ടം പറഞ്ഞത്. കുറേ എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ ഇവിടെ വന്ന്. ഇതാണ് ഗ്രാബ് ടാക്സി ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല റഷാണ്. അതെ, കറക്റ്റ് ഒരു ബാംഗ്ലൂർ കണക്ക് നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയാണ്. ഏത് കടയിലാണ് നമ്മൾ പോകണം അറിയില്ല. ഗൈസ് നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. എന്നാലും ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല നമ്മൾ. നല്ല തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റ് പോലും വാങ്ങിച്ചില്ല. പിന്നെ ഭാഗ്യം ഫുഡ് കൊള്ളുണ്ട്, കുഴപ്പമില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തടുക്ക. ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ബിക്കോസ് ഇന്ന് വൈകിട്ട് കഴിച്ച ഫുഡ് സത്യം പറയാതെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ട് അത്രയ്ക്കും പോരാ, വേറെ നിറഞ്ഞില്ല. സോ നമുക്ക് ഇനി ഇന്ത്യൻ ഫുഡ് ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാം. എടാ ഇതൊരു ഭംഗിയില്ലടാ. ഇത് കാണുമ്പോഴത്തേക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ കഴിക്കില്ല, എൻ്റെ മൂഡ് പോയി തവല കണ്ടുകൊണ്ട്. പക്ഷെ എല്ലാവരും പറയും നല്ല ടേസ്റ്റ് ആണെന്നാണ്. ബട്ട് ഒരു ഇല്ല. എന്തൊക്കെയുണ്ട് എവിടെ കഴിക്കാൻ വഴിയില്ല. കഴിക്കുള്ളൂ. നോക്ക് നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. 65,000 അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. 6 lakh അപ്പോൾ അങ്ങനെയൊക്കെ. 45,000, 65. നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. തവല കഴിക്കാൻ മുതല കഴിക്കാം. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം. പാമ്പ് പാമ്പിനുണ്ട. ഈ ഹനോയ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയയാണ്. ഫുൾ സ്ട്രീറ്റ് ഫുഡാണ്. ഓരോരോ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഗൈസ് വീണ്ടും ട്രെയിന്
ട്രെയിൻ വരണുണ്ട്. സോ നമുക്ക് വീണ്ടും ട്രെയിൻ കാണാൻ പോവാം. ഈ ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒതുക്കും. എന്നിട്ട് ട്രെയിൻ എല്ലാം ഒതുക്കും. എന്നിട്ട് ട്രെയിൻ പോകുമ്പോൾ വീണ്ടും ഇവർ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും പായ കണക്കാക്കും. ഏകദേശം നോക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ട്രെയിൻ ഒരു ദിവസത്തിലും കുറേ വട്ടം പോകുന്നുണ്ട്. സോ അത്ര വട്ടം ഇവർ വീണ്ടും അടക്കും, വീണ്ടും അവർ ഇത് തന്നെ ചേരെടുത്തിടും. സോ കുറച്ച് പാടാണ്. ബട്ട് എന്നാലും ഇവർ ഈ ഒരു രീതി കുറേ വർഷം കൊണ്ട് നടത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ അത് ഒരു ശീലമായി. പിന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നല്ല കച്ചവടമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മാത്രമേ 2-3 പേര് അവർ നിർത്തിയിട്ടുണ്ട്. ബിക്കോസ് ഇതൊന്ന് ശരിയാക്കാനും ട്രെയിൻ വരുമ്പോൾ നോക്കാനും ഒന്നും മനസ്സിലാവണം. ചെറിയൊരു ചേറ് തട്ടിയാൽ തന്നെ നല്ല വലിയൊരു ഇമ്പാക്റ്റ് ചെയ്യും. സോ അതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് അവർ എല്ലാം സൂക്ഷിച്ച് ചെറിയ ചേരും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അല്ലേ? കൊള്ളാം. അറിഞ്ഞൂടാ. 100,000 ചീപ്പ് തിക്കാവ് 350 രൂപ. കാൽമതി. കിങ് കോങ്. ഓ, കിങ് കോങ് ഡിസ്പ്ലേൻ്റെ പേരാ. Can you give me also 800K? 80 500K. 100. 800. 800K. 800. 50K. 80. കുട്ടി പറയുന്നു. ഓക്കെ. ആൾക്കാരുടെ ഔട്ടായി. എനിക്ക് ഭ്രാന്തായതോ അതെ, എനിക്ക് ഭ്രാന്തായതോ അതോ ഇവർക്കെല്ലാവർക്കും ഭ്രാന്തായോ? ഇപ്പൊ കവർ കൂടെ ഇട്ടിട്ട് 200 പറയും. No, you have a transparent cover. No. അപ്പോൾ പറ്റില്ല. അപ്പോൾ വേണ്ട. സോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഗ്ലാസ് മാറ്റി ഗൊറില്ല പ്രൊട്ടക്ഷൻ. നിങ്ങൾ പറഞ്ഞതാ. വെജിറ്റബിൾ ആണെന്നോ? അത് ഇതെന്താണ്? ചിക്കൻ ചിക്കനാണോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പേപ്പർ വയലിട്ട് പിന്നെ അടുത്തത് ഒരു പേപ്പറിലും റൗണ്ട് ചെയ്ത് തന്ന കണക്ക് റോള്. ഗൈസ് കണ്ടോ, എല്ലാവരും അപ്പം തന്നെ ഒതുക്കി. ട്രെയിൻ വരണോണ്ട് എല്ലാം ഒതുക്കി. ഇനി ട്രെയിൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും അവർ ഈ കാര്യങ്ങൾ വീണ്ടും സ്റ്റൂളൊക്കെ വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയിക്കും. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വരുന്നുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിക്കും. അങ്ങനെ ട്രെയിൻ സീറ്റ് കണ്ട് ഇറങ്ങി. ഇതൊക്കെയാണ് ട്രെയിൻ സീറ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സോ ബൈ. ഇനി വേറൊരു വീഡിയോയിലോട്ട് കാണാം. അപ്പോഴേക്കും ബൈ ഗൈസ്.